കേരളം വെന്തുരുകുകയാണ്. മനുഷ്യർക്ക് മാത്രമല്ല, നമ്മുടെ കരിവീരന്മാർക്കും ഈ ചൂട് അസഹനീയമാണ്. പക്ഷെ തളരാൻ ഈ ഗജവീരന്മാരെ നമ്മൾ വിട്ടുകൊടുക്കില്ല. കത്തുന്ന വെയിലിൽ നിന്ന് നമ്മുടെ നാട്ടാനകളെ സംരക്ഷിക്കുന്ന ആ കൂൾ വിശേഷങ്ങളിലേക്ക്. ദിവസവും 2 നേരമുള്ള കുളി വെറും കുളിയല്ല, ശരീരമാകെ തണുപ്പിക്കുന്ന ഷവർ ബാത്തുകൾ വഴി നല്ല വിശാലമായ അസ്സല് കുളി. ചൂട് കൂടിയതോടെ ആനകളുടെ പരിചരണത്തിനായി അതീവ ശ്രദ്ധയാണ് നൽകുന്നത്. ഭക്ഷണത്തിലുമുണ്ട് മാറ്റം. ദഹനം എളുപ്പമാക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും പനമ്പട്ടയ്ക്കും പുല്ലിനുമൊപ്പം തണ്ണിമത്തനും വെള്ളരിക്കയുമടക്കം ഭക്ഷണം, ഒപ്പം ധാരാളം ശുദ്ധജലവും ഉറപ്പാക്കുന്നു. രണ്ടു നേരം ഷവറിൻ്റെ വൈകിട്ട് തണുപ്പിക്കും, രാവിലെ തേച്ച് കുളിപ്പിച്ച് രാവിലെ നല്ലവണ്ണമൊക്കെ തണുപ്പിച്ച് 10 റൗണ്ട് നടത്തും. രാവിലെ നടത്തിക്കും, തേച്ച് കുളിപ്പിച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം തണുപ്പിച്ചിട്ട് പ്രത്യേകമായിട്ട് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, തണ്ണിമത്തൻ കൊടുക്കും. പിന്നെ വെള്ളരിക്ക, ക്യാരറ്റ്, ഇതൊക്കെ തണുപ്പിന് കൊടുക്കുക, ഉള്ളു തണുപ്പിന് വേണ്ടി. ഉത്സവ സീസണാണ്. പക്ഷേ പകൽ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആനകളെ വെയിലത്ത് നിർത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളതിനാൽ നല്ല തണലുള്ള ഇടങ്ങളിൽ വിശ്രമമാണ് നാട്ടാനകൾക്കെല്ലാം. കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല ചൂടാണ് ഇപ്രാവശ്യം. നമ്മളിപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഷവർ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ തറിയിൽ തന്നെ രാവിലെ ആനെ കഴുകുകയെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് 11-12 മണിയാകുമ്പോൾ വെള്ളം കൊടുക്കും, തണുപ്പിക്കും. പിന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തെ അവിടെ കൊണ്ടുപോയിട്ട് ഷവറിൻ്റെ കീഴിൽ തണുപ്പിക്കും. ഒരു 3-4 പ്രാവശ്യം അടുപ്പിച്ച് വെള്ളം കൊടുക്കും. നമുക്ക് ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ മരങ്ങളുള്ളതുകൊണ്ട് വലിയതായിട്ട് ചൂട് അനുഭവപ്പെടുന്നില്ല. നമ്മുടെ ആനകൾക്കെന്ന് പറഞ്ഞാൽ ചൂടിൽ വെളിയിലൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെ രാവിലെ നമ്മൾ സൂര്യ ഉദിക്കുന്നതിന് ഇവിടെ നടത്തും. രാവിലെ ഒരു 7-8 അടിച്ച് നടത്തുന്നത് ഒരു 10 റൗണ്ട് അടിച്ച് നടത്തിയിട്ട് നമ്മൾ നേരത്തെ പിടിച്ച് കെട്ടി ആനെ കഴുകി കുളിപ്പിച്ച് ചോറും കൊടുത്തിട്ട്. വെളിയിലുള്ള പ്രൈവറ്റ് ആനക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ആനകളെ കൊണ്ട് താങ്ങത്തില്ല, നടപ്പും വരുന്നതിനൊപ്പം എല്ലാം പാടാം. ചൂട് വിശ്രമമില്ലാത്തതില്ലേ, അതുകൊണ്ട് ഇപ്പം ഒത്തിരി നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗജവീരന്മാരുടെ ഈ സമ്മർ വെക്കേഷൻ കാണാൻ കോന്നി ആനക്കൂട്ടിൽ സന്ദർശകരുടെ തിരക്കാണ്. ആനച്ചന്തം കുറയാതെ ഈ വേനലിനെ എങ്ങനെ മറികടക്കാമെന്ന് കോന്നി ആനക്കൂട്ടിലെത്തിയാൽ മനസ്സിലാകും. ആനയെ സ്നേഹിക്കുന്ന മലയാളിക്ക് ഇത് വെറുമൊരു മൃഗമല്ല, അഭിമാനമാണ്. ആ അഭിമാനം കാക്കാൻ ഈ വേനലിൽ കരുതലിന്റെ കുട നിവർത്തുകയാണ് കേരളം. അമൃത ന്യൂസ്, പത്തനംതിട്ട.